ഹലോ നമസ്കാരം. ധനകാര്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 1958 സ്ഥാപിതമായ ഒരു പൊതുമേഖലാ കമ്പനിയെക്കുറിച്ചാണ്. NMDC എന്നാണ് കമ്പനിയുടെ പേര്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പ് ഓർ ഉൽപ്പാദകരാണ്. പ്രധാനമായും ഖനനം, പരിവേഷണം, ഉൽപ്പാദനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനിക്കാണ് ഇരുമ്പ് ഓർ, ഡയമണ്ട്, റോക്ക് ഫോസ്ഫേറ്റ്, കോപ്പർ, കോൾ തുടങ്ങിയ ധാതുക്കളുടെ ഖനനവും വിതരണവും നടത്തുന്നു. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ചിലവിലുള്ള ഇരുമ്പ് ഓർ ഉൽപ്പാദകരിൽ ഒന്നാണ് NMDC. അതുപോലെ ഇന്ത്യയിലെ ഏക മെക്കനൈസ്ഡ് ഡയമണ്ട് ഖനനം ഇവർക്കുണ്ട്. അതായത് മധ്യപ്രദേശിലെ പന്നയിലാണ് അത്. ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസിലോട്ട് നോക്കാവുന്നതാണ്. ഇനി അടുത്തത് കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്താണെന്ന് നോക്കാവുന്നതാണ്. നിലവിലെ ത്രൈമാസ ഫലങ്ങൾ അനുസരിച്ച്, അതായത് Q2 2025-26 രണ്ടാം പാദ ഫലങ്ങൾ അനുസരിച്ച് നെറ്റ് പ്രോഫിറ്റ് 1694 കോടിയായി മുൻ വർഷത്തെ അപേക്ഷിച്ച് 33.5% വർധനവാണ്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 2270.7 കോടിയാണ്. ടാക്സ് എന്ന് പറയുന്നത് 576 കോടിയാണ്. ഒന്നാം പാദ ഫലത്തിൽ 2025-26 റവന്യൂ 6738.8 കോടിയാണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏതാണ്ട് 3.79% കുറവുണ്ട്. വാർഷിക റവന്യൂ TTM ബേസിസിൽ നോക്കുകയാണെങ്കിൽ ഇത് 23,905 കോടിയാണ്. ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 4,10,068 കോടിയാണ്. ഓപ്പറേഷണൽ ക്യാഷ് ഫ്ലോ 18,942 കോടിയാണ്. 2024-25 പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്ന പാറ്റ് എന്ന് പറഞ്ഞാൽ 19% വർദ്ധിച്ചിട്ടുണ്ട്. ഇനി സ്റ്റോക്ക് പെർഫോമൻസ് എന്താണെന്ന് നോക്കാവുന്നതാണ്. നിലവിലെ ഷെയർ പ്രൈസ് 74.25 ആണ്. 52 ആഴ്ചയിൽ ഉയർന്ന പ്രൈസ് 77.62, താഴ്ന്നത് 65. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 68,000 കോടിയാണ്. പ്രൈസ് ഏണിംഗ് റേഷ്യോ TTM ബേസിസിൽ നോക്കുകയാണെങ്കിൽ 9.7. പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ 1.8 ആണ്. ഡിവിഡൻഡ് ഈൽഡ് 7 മുതൽ 8% വരെയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുന്നത് 7 മുതൽ 8% വരെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോക്ക് ഏറ്റവും സമീപകാലത്ത് 5 മുതൽ 10% റേഞ്ചിൽ വ്യതിയാനം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റീൽ ഡിമാൻഡും ഖനന നയങ്ങളെയും ഈ സ്റ്റോക്കിനെ സ്വാധീനിക്കാനുള്ള സാധ്യത. ട്രെൻഡ് ബുള്ളിഷാണ്. അതുപോലെ തന്നെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് 60-65 റേഞ്ചിലാണ്. മിതമായ ബുള്ളിഷാണ് കാണിക്കുന്നത്. മാസിഡ് മൂവിങ് ആവറേജ് കൺവെർജൻസ് ഡൈവർജൻസ് പോസിറ്റീവാണ്. ഇതിൻ്റെ ടെക്നിക്കൽ നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് 70-74 ഒരു സപ്പോർട്ടുണ്ട്. ഇതിന് മുകളിലോട്ട് പോയൊരു അക്യൂമുലേഷൻ ഉണ്ടാവും. അത് 78-82 ലെവൽ വരെ പോകാം. അതിൽ നിന്നും ബ്രേക്കൗട്ട് ആയാൽ 85-95 ലെവലിൽ ഉയരാനുള്ള സാധ്യതയുമുണ്ട്. എന്തുകൊണ്ട് NMDC വാങ്ങണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് NMDC എന്നുള്ളത് നോക്കാവുന്നതാണ്. അതിൽ പ്രധാനമായ കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പ് ഓർ ഉൽപ്പാദകരാണ് NMDC. 70% കൂടുതൽ NMDC ആണ് ഇരുമ്പ് ഓർ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിൽ. മാത്രമല്ല മാർക്കറ്റ് ഷെയറിൻ്റെ 70% കൂടുതലും ഉൽപ്പാദിപ്പിക്കുന്നത് NMDC ആണ്. പിന്നെ 40+ വാർഷിക ഉൽപ്പാദനം തന്നെ 40+ MTക്ക് മുകളിലാണ് വാർഷിക ഉൽപ്പാദനം നടത്തുന്നത്. പിന്നെ ഗവൺമെൻറ് സപ്പോർട്ടുണ്ട്. നവരത്ന PSU കമ്പനിയാണ്. സുരക്ഷിതമായ ഡിവിഡൻഡ് ഗ്യാരൻറ്റിയുമുണ്ട്. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഇരുമ്പ് ഓർ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ്. അതായത് ഓരോ ടണ്ണിനും $10 മുതൽ $12 വരെ ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നു വില കൂടുമ്പോൾ. ഉയർന്ന ഡിവിഡൻഡ് ഈൽഡാണ്. 7 മുതൽ 8% വരെ ഡിവിഡൻഡ് കൊടുക്കുന്നു. പിന്നെ ഇൻഫ്രാ ബൂം ആനുകൂല്യങ്ങൾ വരികയാണെങ്കിൽ സ്റ്റീലിൻ്റെ ഡിമാൻഡും കൂടുകയും NMDC വില വർദ്ധിക്കുകയും ചെയ്യുന്നു. കുറഞ്ഞ PE ആണ്, കുറഞ്ഞ പ്രൈസ് ടു ബുക്ക് വാല്യൂ ആണ്.
ഇത് പ്രൈസ് ടു PE റേഷ്യോ, പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ 9.7 ആണ്. പ്രൈസ് ടു ബുക്ക് വാല്യൂ 1.8 ആണ്. അണ്ടർ വാല്യൂഡ് ആണ്. പിന്നെ പുതിയ പദ്ധതികൾ നടപ്പിലാക്കാൻ ഉണ്ട്. അതുതന്നെ ഗോൾഡ്, ലിഥിയം, ഗ്രീൻ സ്റ്റീൽ തുടങ്ങിയവയുമായി റിലേറ്റഡായ വൈവിധ്യമായ പദ്ധതികൾക്ക് ആസൂത്രണമുണ്ട്. ചുരുക്കത്തിൽ ഈ കമ്പനി സുരക്ഷിതമാണ്, ലാഭകരവുമാണ്, ഡിവിഡൻഡ് നൽകുന്നുണ്ട്, ദീർഘകാല നിക്ഷേപകർക്ക് വളരെ അനുയോജ്യമാണ്.